ഞാൻ ഡോക്ടർ ലാൽ കേരള സർവകലാശാലയിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഇംഗ്ലീഷ് ഭാഷയും ഇംഗ്ലീഷ് സാഹിത്യവും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വിഷയങ്ങളാണ്. ഇന്ന് ഷേക്സ്പിയറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ദൈനംദിന ഭാഷയിൽ ഇംഗ്ലീഷ് മാത്രമല്ല മലയാളത്തിലും ഒക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ധാരാളം വാക്കുകളും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പല ചിന്തകളും ഒക്കെ എങ്ങനെ ഷേക്സ്പിയറിൽ നിന്നും വന്നു എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നത്. ഷേക്സ്പിയർ ജനിച്ച് മരിച്ചിട്ട് 400-ലധികം വർഷങ്ങളായി. 1616 അദ്ദേഹം മരിച്ചത്. അപ്പോൾ ഈ കഴിഞ്ഞ പതിറ്റാണ്ടിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ 400ാമത് വാർഷികം ആഘോഷിക്കുകയും ചെയ്തു. ഏപ്രിൽ 23 അദ്ദേഹത്തിൻ്റെ മരണദിനം നമ്മളിന്നും വായനാ ദിനമായിട്ട് ആചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഷേക്സ്പിയർ പലരും ഒരുപക്ഷെ ചിന്തിക്കുന്നത് വലിയൊരു ഭാഷാ പണ്ഡിതനായിരുന്നു, അദ്ദേഹം ഭാഷയിൽ അഗ്രഗണ്യനായിരുന്നു, ഒരു വലിയ സർവകലാശാല തലത്തിലുള്ള ഒരു ചിന്തകൻ പോലെ ആണ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്നത്, ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു വലിയ പണ്ഡിതൻ എന്നുള്ള രീതിയിൽ. അത് 100% ശരിയാണ്. അതേസമയം അദ്ദേഹം കോൺഷ്യസായിട്ട് ഒരു ഭാഷാ പാണ്ഡിത്യമൊന്നും പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാൾ അല്ലാതാണ്. ഷേക്സ്പിയർ ഉപജീവന മാർഗമായിട്ട് നാടകം എഴുതിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിലെ സ്ട്രാറ്റ്ഫഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. സ്ട്രാറ്റ്ഫഡ് അപ്പോൺ എയ്വൺ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. എയ്വൺ എന്ന് പറഞ്ഞാൽ നദി എന്നാണ് ഒറിജിനലി ആ വാക്കിൻ്റെ അർത്ഥം. എയ്വൺ എന്നുള്ള പേരിൽ പല നദികളും ഇംഗ്ലണ്ടിലുണ്ട്. സ്ട്രാറ്റ്ഫഡ് എന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എയ്വൺ ആണ് നമുക്ക് താല്പര്യമുള്ള എയ്വൺ. ബാർഡ് ഓഫ് എയ്വൺ എന്നൊക്കെ ഷേക്സ്പിയറിനെ കുറിച്ച് പറയും. അപ്പോൾ അവിടെ ജനിച്ച ഷേക്സ്പിയർ അവിടുത്തെ ഗ്രാമർ സ്കൂളിൽ തീർച്ചയായിട്ടും കുറേ അധികം വർഷങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. പക്ഷേ സർവകലാശാല വിദ്യാഭ്യാസത്തിലൊന്നും അദ്ദേഹം പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സമകാലീനരായ പല എഴുത്തുകാരെയും പോലെ അദ്ദേഹം പോയിട്ടില്ല. മറിച്ച് ചെറുപ്രായത്തിൽ തന്നെ 20കളിൽ തന്നെ അദ്ദേഹം ലണ്ടൻ സിറ്റിയിലേക്ക് കുടിയേറുകയും അവിടെ നാടകവുമായിട്ടൊക്കെ താമസിക്കാതെ ബന്ധപ്പെട്ട് തുടങ്ങുകയും ചെയ്തതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ധാരാളം നാടകങ്ങൾ അദ്ദേഹം എഴുതുകയോ അദ്ദേഹം എഴുതുന്നതിൽ കൊളാബറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 40-ലധികം നാടകങ്ങളെങ്കിലും അദ്ദേഹം എഴുതിയതിൻ്റെ എവിഡൻസ് ഉണ്ട്. എങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്രയും അധികം ഇല്ല. ഒരു 37-38 നാടകങ്ങളാണ്. അങ്ങനെ അവ്യക്തത പറയാൻ കാരണം ചിലതൊക്കെ അദ്ദേഹം തന്നെ എഴുതിയതാണോ, പൂർണ്ണമായും പുള്ളിയുടെ വർക്കാണോ എന്നൊക്കെ സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ ആ അവ്യക്തമായിട്ട് ആ നമ്പർ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് ഒന്നും പബ്ലിഷ് പോലും ചെയ്തിട്ടില്ല. ഷേക്സ്പിയറിൻ്റെ താല്പര്യത്തിലോ ഷേക്സ്പിയറിൻ്റെ നാടക കമ്പനികളുടെ താല്പര്യത്തിലോ ഈ നാടകങ്ങളൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. നമ്മളിന്ന് പ്രിൻ്റഡ് രൂപത്തിൽ ഷേക്സ്പിയറിൻ്റെ നാടകം ലോകമെമ്പാടും പഠിക്കുമ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അത് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു മാറ്ററായിരുന്നു. അതേസമയം രഹസ്യമായിട്ടൊക്കെ ആൾക്കാർ ഷേക്സ്പിയറിൻ്റെ ആ ഒരു പ്രശസ്തി അന്നേ ഉണ്ടായിരുന്നത് കൊണ്ട് ഇതിൻ്റെ പൈറേറ്റഡ് ആയിട്ടുള്ള കോപ്പീസൊക്കെ അന്ന് വിറ്റിരുന്നു. അതിൻ്റെ പേര് ക്വാർട്ടോസ് എന്ന് പറയും. അത് വളരെ ഇംപെർഫെക്റ്റ് ആണ്. കാരണം ഒരുപക്ഷെ നാടകം കേട്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഓർമ്മയിൽ നിന്നൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്. ക്വാർട്ടോ ആ സൈസ് വെച്ചിട്ടാണ് പറയുന്നത്. വാസ്തവത്തിൽ ഷേക്സ്പിയറിൻ്റെ ഓതറൈസ്ഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ പബ്ലിഷ് ചെയ്യപ്പെടുന്നത് അദ്ദേഹം 1616 മരിച്ച് 1623 അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഒരു ഫോളിയോ ആയിട്ട് 7 നാടകങ്ങൾ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഏതായാലും ഈ നാടകങ്ങൾ ഇംഗ്ലണ്ടിൽ 400 വർഷം മുമ്പ് ആരൊക്കെയോ കണ്ടിട്ടുള്ളതാണ്. എങ്കിലും ഇന്നും ലോകത്തിൻ്റെ ഈ കോണിൽ മലയാളി ചിന്തിക്കുമ്പോൾ അവൻ്റെ വാക്കുകളിൽ പലപ്പോഴും ഷേക്സ്പിയറിൻ്റെ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് നിരന്തരം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്കുണ്ട്. ഷേക്സ്പിയറുടെ കൃതികൾ ആദ്യമായിട്ട് ഓതറൈസ്ഡായിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് ഹെമിങ് ആൻഡ് കോണ്ടൽ എന്ന് പറയുന്ന 2 പേര് ചേർന്ന് ഷേക്സ്പിയറുടെ സുഹൃത്തുക്കളായിരുന്നു ആണത് പബ്ലിഷ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫോളിയോ നമ്മൾ പറയും. അതിൽ 36 നാടകങ്ങളാണ് ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ചില നാടകങ്ങൾ കൂടെയൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഷേക്സ്പിയർ ഗവേഷണം വളരെയധികം ആൾക്കാർക്ക് താല്പര്യമുള്ള ഒരു വിഷയം ആണ് താൻ. ഈ നാടകങ്ങളിൽ അദ്ദേഹം റെക്കോർഡ് അനുസരിച്ച് 20,000-ലധികം ഒറിജിനൽ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അതൊരു വലിയ ഒരു നമ്പറാണ്.
സമകാലീനരായ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ എഴുതിയിരുന്ന ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഒരു ഏറ്റവും പ്രഗത്ഭരായ എഴുത്തുകാർ പോലും ഒരു പക്ഷേ ഒരു 6000 വാക്കുകളൊക്കെ ആയിരിക്കും ഇൻഡിവിജ്വൽ വേർഡ്സ് അത് അവരുടെ കൃതികളിൽ എല്ലാം കൂടി എടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ ഷേക്സ്പിയറിൻ്റെ കൃതികളിൽ ഒരു 17,000 to 20,000 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ വൊക്കാബുലറിയുടെ ഒരു വലിയ ഒരു നിധിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികൾ ആണ് എന്ന് പറയാം. ഇതിൽ ഷേക്സ്പിയറിനെ കുറിച്ച് പറയുമ്പോൾ പലരും കരുതുന്നത് അദ്ദേഹം ഒരുപാട് വാക്കുകൾ അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കരുതുന്നു. ഷേക്സ്പിയറിൻ്റെ ഒരു റെപ്പസിറ്ററി shakespeare.org.uk നോക്കുമ്പോൾ ഇന്ന് നമ്മൾ വളരെ കോമണായിട്ട് ഉപയോഗിക്കുന്ന ആലിഗേറ്റർ, ബെഡ്റൂം, ക്രിറ്റിക്, ഐബോൾ, ബാൻഡഡ്, ഫാഷനബിൾ, ഗോസിപ്പ് തുടങ്ങിയ ദൈനംദിന വാക്കുകൾ, നമ്മൾ മലയാളം പോലെ തന്നെ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് ഗോസിപ്പൊക്കെ തന്നെ. ഇതെല്ലാം ആദ്യമായിട്ട് ഷേക്സ്പിയർ ആണെന്നും അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ വാക്കുകളാണെന്നും കരുതപ്പെടുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ആ കാലത്തുള്ള എവിഡൻസസൊക്കെ നമുക്ക് അധികമില്ല. അതേസമയം അദ്ദേഹം ഉണ്ടാക്കിയതാണെങ്കിലും അല്ലെങ്കിലും ആയിരക്കണക്കിന് വാക്കുകൾ, ഇംഗ്ലീഷിൽ നിന്ന് ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് വാക്കുകൾ ഷേക്സ്പിയർ എന്നൊരു വ്യക്തി ജീവിച്ച് എഴുതിയില്ലായിരുന്നെങ്കിൽ ഉണ്ടായിരിക്കില്ലായിരുന്നു എന്നുള്ളതാണ് കൗതുകകരമായ വസ്തുത. അപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഉപയോഗിച്ചതുകൊണ്ട് മാത്രം വംശനാശം സംഭവിച്ചു പോകാതെ ഇന്നും തുടർന്ന് പോകുന്നു. ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് വാക്കുകൾ പ്രയോഗങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ട് ഉള്ളത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പലതും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എങ്കിലും ഒന്ന് റീസ്റ്റേറ്റ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ പുതുമയുള്ള കാര്യങ്ങളും അക്കൂട്ടത്തിൽ ഉണ്ടാകും. ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങളിൽ നിന്നും വളരെ വളരെ കോമൺ ആയിട്ട് ഇന്ന് ഇംഗ്ലീഷിൽ ഉള്ളതും ചിലതൊക്കെ നമ്മൾ മലയാളത്തിലും അതിനെ ഉപയോഗിക്കാറില്ല. ഇത് നമുക്കൊന്ന് നോക്കാം. അതിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ് ഹോയിസ്റ്റ് വിത്ത് ഹിസ് ഓൺ പിറ്റാർഡ് എന്നൊരു പ്രയോഗമുണ്ട്. ഹോയിസ്റ്റ് വിത്ത് ഹിസ് ഓൺ പിറ്റാർഡ്. പിറ്റാർഡ് എന്ന് പറയുന്നത് പ്രാചീനമല്ല, ഷേക്സ്പിയറിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു തരം ബോംബാണ്. ഹോയിസ്റ്റ് വിത്ത് ഹിസ് ഓൺ പിറ്റാർഡ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഒരു ചതി ശ്രമിക്കുകയും അത് അയാൾക്ക് തന്നെ ഉണ്ടാകുകയും ചെയ്യുക, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്നുള്ള അർത്ഥമാണ് ഹോയിസ്റ്റ് വിത്ത് ഹിസ് ഓൺ പെറ്റാർഡ് അല്ലെങ്കിൽ ഹോയിസ്റ്റ് വിത്ത് ദെയർ ഓൺ പെറ്റാർഡ് എന്നൊക്കെ പറയുന്നത്. അത് ഹാംലെറ്റിൽ ഉള്ള ഒരു പ്രയോഗമാണ്. അത്ര കോമൺ അല്ലെങ്കിലും ഒരു നല്ല ഉപയോഗമുള്ള, യൂസ്ഫുള്ളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ് ഹോയിസ്റ്റ് വിത്ത് ഹിസ് ഓൺ പിറ്റാർഡ് അല്ലെങ്കിൽ ഹെർ ഓൺ പിറ്റാർഡ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന വേറൊരു പ്രയോഗമാണ് ദർ ഇസ് നെയ്തർ റൈം ഓർ റീസൺ ഇൻ വാട്ട് ഹി സേസ്. അത് ഷേക്സ്പിയറിൻ്റെ കോമഡി ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന നാടകത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഇറ്റ് ഹസ് ബിക്കം പാർട്ട് ഓഫ് ഇംഗ്ലീഷ് വൊക്കാബുലറി. നെയ്തർ റൈം നോർ റീസൺ എന്നാണ് ഒറിജിനൽ പ്രയോഗം. ദർ ഇസ് നോ റൈം ഓർ റീസൺ. ആ രീതിയിലൊക്കെ നമ്മളത് മാറ്റി ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. വാലും തലയില്ല എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്ന വേറൊരു പ്രയോഗമാണ് മൈ ഓൺ ഫ്ലെഷ് ആൻഡ് ബ്ലഡ് എന്ന് പറയുന്നത്. ഓൺ ഫ്ലെഷ് ആൻഡ് ബ്ലഡ്, എൻ്റെ സ്വന്തം സഹോദരങ്ങളോ അല്ലെങ്കിൽ മാതാപിതാക്കളോ മക്കളോ ഒക്കെയാണ് എൻ്റെ ഫ്ലെഷ് ആൻഡ് ബ്ലഡ്, പാർട്ട് ഓഫ് ഫാമിലി. ആ പ്രയോഗം ഇന്ന് വളരെ കോമൺ ആണ്. എഗെയിൻ ദാറ്റ് ഈസ് ഫ്രം ഹാംലെറ്റ്, ഓൺ ഫ്ലെഷ് ആൻഡ് ബ്ലഡ് എന്നുള്ള പ്രയോഗം. നമ്മുടെ ഈ ബോബനും മോളിയും പോലത്തെ കാർട്ടൂണുകളിലെല്ലാം സ്ഥിരം വരുന്ന ഒരു കഥാപാത്രമാണ്. ഇന്ന് എത്ര പേരത് ഓർക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരു വലിയ ഭക്ഷണപ്രിയനായിട്ട് മനുഷ്യൻ വീട്ടിൽ വരികയും ആ എല്ലാം തിന്നു തീർത്തിട്ട് പോവുകയും ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ അങ്ങനെയുള്ള ഇന്ന് ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട്, ഹി ഹാസ് ഈറ്റൻ മീ ഔട്ട് ഓഫ് ഹൗസ് ആൻഡ് ഹോം. ടു ഈറ്റ് ഔട്ട് ഓഫ് ഹൗസ് ആൻഡ് ഹോം എന്നൊരു പ്രയോഗമുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാ റിസോഴ്സസും തീർത്തിട്ട് പോവുക എന്നുള്ളതാണ്. ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർക്കുക എന്നാണ് ലിറ്ററലി ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു സ്ഥാപനത്തിൽ വന്ന് ഇടപെടുകയും അവിടുത്തെ മുഴുവൻ റിസോഴ്സ് നാശമാക്കിയിട്ട് പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ടു ഈറ്റ് ഔട്ട് ഓഫ് ഹൗസ് ആൻഡ് ഹോം എന്ന് പറയും. ഇത് ഷേക്സ്പിയറുടെ ഹെൻറി നാലാമൻ രണ്ടാം ഭാഗത്ത്, ഹെൻറി നാലാമൻ 2 നാടകങ്ങളാണ്, പാർട്ട് 1 പാർട്ട് 2. അതിൽ രണ്ടാം ഭാഗത്ത് ഉള്ള ഒരു പ്രയോഗമാണ് ഹി ഹാത്ത് ഈറ്റൻ മീ ഔട്ട് ഓഫ് ഹൗസ് ആൻഡ് ഹോം എന്നാണ് ഒറിജിനൽ പ്രയോഗം. ടു ഈറ്റ് ഔട്ട് ഓഫ് ഹൗസ് ആൻഡ് ഹോം.
പിന്നെ നമ്മൾ പറയാറുള്ളത് വേറൊരു പ്രയോഗമാണ്, പരിചയമില്ലാത്ത ഒരു വിഷയമാണെങ്കിൽ ഇറ്റ്സ് ഗ്രീക്ക് ടു മീ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾ ഗ്രീക്ക് ടു മീ എന്ന് പറയും. അതും ഷേക്സ്പിയർ ആണ് ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ട്, ജൂലിയസ് സീസറിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇറ്റ്സ് ഗ്രീക്ക് ടു മീ എന്ന് വെച്ചാൽ എനിക്കിത് ഒട്ടും അറിയാത്ത ഒരു കാര്യമാണ്, എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് എന്ന് ആണ് അതിൻ്റെ അർത്ഥം. പിന്നെ അതുപോലെ മക്ബത്തിൽ ഷേക്സ്പിയർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് ദ ബി ഓൾ ആൻഡ് ദി എൻഡ് ഓൾ. ദ ബി ഓൾ ആൻഡ് ദി എൻഡ് ഓൾ ഇന്ന് നമ്മൾ വളരെ കോമൺ ആയിട്ട് ജേർണലിസ്റ്റിക് ലാംഗ്വേജിലൊക്കെ ഉപയോഗിക്കുന്നവരാണ്. ബി ഓൾ ആൻഡ് എൻഡ് ഓൾ വളരെയധികം പ്രാധാന്യമുള്ളത്, ദി അൾട്ടിമേറ്റ് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യത്തെ നമ്മൾ ബി ഓൾ ആൻഡ് എൻഡ് ഓൾ എന്ന് പറയുക. ഷേക്സ്പിയറുടെ ചരിത്ര നാടകങ്ങൾ വളരെ വളരെ പ്രശസ്തമാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ നമുക്കത്ര അധികം അറിയില്ലായിരിക്കും. ഏകദേശം 10ഓളം ചരിത്ര നാടകങ്ങൾ ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഹിസ്റ്ററി പ്ലീസ് അതിലൊന്നാണ് റിച്ചർഡ് ദ തേർഡ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല കൃതികളിലൊന്നാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രയോഗമാണ് ടവർ ഓഫ് സ്ട്രെങ്ത്. നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്കാണ്, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ് വാക്കല്ല, പ്രയോഗം ടവർ ഓഫ് സ്ട്രെങ്ത്. അത് ഷേക്സ്പിയറിൽ നിന്നും കിട്ടിയതാണ് എന്ന് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല, ടവർ ഓഫ് സ്ട്രെങ്ത്. അതുപോലെ നമ്മൾ എപ്പോഴും പറയും ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ബ്രേക്ക് ദി ഐസ്, പരിചയപ്പെടുക, മഞ്ഞുരുകുക എന്നൊക്കെ ഉള്ള ആദ്യമൊക്കെ ഉള്ള ആ ഒരു പരിചയക്കുറവൊന്ന് മാറുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയും സോഷ്യൽ ടെൻഷനൊക്കെ ഒന്ന് റിലീവ് ചെയ്യുന്ന ബ്രേക്ക് ദി ഐസ് എന്ന് പറയാറുണ്ട്. ബ്രേക്ക് ദി ഐസ് എന്നുള്ളത് ഷേക്സ്പിയറുടെ ടേമിംഗ് ഓഫ് ദ ഷൂവിൽ ആണ് അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളത്. അവിടെ പ്രയോഗിച്ചതാണ് നമ്മൾ ബോറോ ചെയ്യുകയും മോഡേൺ ഈവൻ മലയാളത്തിൽ പോലും നമ്മൾ ധാരാളമായിട്ട് ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഷേക്സ്പിയറിൻ്റെ ടെമ്പസ്റ്റ് വളരെ മനോഹരമായൊരു നാടകമാണ്. അദ്ദേഹത്തിൻ്റെ അവസാന നാടകങ്ങളിലൊന്നാണ്, ഒരുപക്ഷെ ഏറ്റവും അവസാനം എഴുതിയ നാടകമായിട്ടുമൊക്കെ ആൾക്കാർ കരുതുന്നുണ്ട്. അദ്ദേഹം വിട പറയുന്ന ഒരു നാടകമായിട്ടും അത് കരുതുന്നുണ്ട് ടെമ്പസ്റ്റ്. ടെമ്പസ്റ്റിൽ വളരെ നിഷ്കളങ്കരായിട്ടുള്ള 2 കഥാപാത്രങ്ങളുണ്ട്. അതിലൊന്നാണ് മിറാൻഡ, വളരെ സൗന്ദര്യവതിയും ഒക്കെ ആയിട്ടുള്ള നിഷ്കളങ്കയായിട്ടുള്ള മിറാൻഡ. അതേപോലെ തന്നെ അതിനകത്ത് ഏറ്റവും അറപ്പുളവാക്കുന്ന ഒരു കഥാപാത്രമാണ് കാലിബാൻ. കാലിബാനും വാസ്തവത്തിൽ വളരെ നിഷ്കളങ്കനായ ഒരു കഥാപാത്രമാണ്. ഈ 2 പേരും 2 ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ബ്രേവ് എന്നുള്ള വാക്ക്. മിറാൻഡ പറയുന്നു, ഓ ബ്രേവ് ന്യൂ വേൾഡ് ദാറ്റ് ഹാത്ത് സച്ച് പീപ്പിൾ ഇൻ ഇറ്റ്. ആ ബ്രേവ് ന്യൂ വേൾഡ്, ബ്രേവ് എന്നുള്ള വാക്ക് മനോഹരം എന്നാണ് അന്നത്തെ കാലത്തെ അർത്ഥം. കാലിബാന് വേറൊരു അവസരത്തിൽ ആ വാക്ക് ഏകദേശം ഈ അർത്ഥത്തിൽ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ബ്രേവ്. ബ്രേവ് ന്യൂ വേൾഡ് എന്നുള്ളത് ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു മനോഹര ലോകം എന്നുള്ള അർത്ഥത്തിൽ പിൽക്കാലത്ത് വളരെ അധികം പോപ്പുലർ ഒരു പുസ്തകം തന്നെയുണ്ട്. ഓൾഡസ് ഹക്സ്ലിയുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് ബ്രേവ് ന്യൂ വേൾഡ് എന്നാണ്. ഇന്നും നമ്മളത് ധാരാളം ഉപയോഗിക്കുന്നൊരു വാക്കാണ്. അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുമല്ലോ, അതിന് ഇംഗ്ലീഷിൽ ടു മച്ച് ഓഫ് എ ഗുഡ് തിങ് എന്നൊരു പ്രയോഗമുണ്ട്. ടു മച്ച് ഓഫ് എ ഗുഡ് തിങ് ഈസ് നോട്ട് ഗുഡ് എവിഡൻ്റ്ലി. എത്ര നല്ല സാധനമാണെങ്കിലും അത് ആസ് യു ലൈക്ക് ഇറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഷേക്സ്പിയർ അത് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരു പക്ഷേ ഇന്നത് ആ പ്രയോഗം നമ്മൾ ഇംഗ്ലീഷിലേക്ക് വന്നത്, ടു മച്ച് ഓഫ് എ ഗുഡ് തിങ്. ഈ സീരീസിൽ ഫൈനലി എനിക്കൊരു വാക്കുകൂടെയാണ് പറയാനുള്ളത് ബിഫോർ ഐ ഗോ ടു ദി നെക്സ്റ്റ് സെക്ഷൻ. അത് ഹെൻറി അഞ്ചാമൻ എന്ന നാടകം. ഹെൻറി നാലാമൻ 2 ഭാഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് ശേഷമുള്ളതാണ് ഹെൻറി നാലാമൻ്റെ മകനാണ് ഹെൻറി അഞ്ചാമൻ, ഹെൻറി ദ ഫിഫ്ത്ത്. അതിൽ അദ്ദേഹം ഒരു പ്രയോഗമാണ് ഹാർട്ട് ഓഫ് ഗോൾഡ്, തങ്കഹൃദയമുള്ളയാൾ, വളരെ സുവർണ ഹൃദയമുള്ള വ്യക്തി, നല്ല സ്വഭാവമുള്ള ആൾ എന്നർത്ഥം. ഇപ്പോഴും നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഹാർട്ട് ഓഫ് ഗോൾഡ്. നമ്മളിതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഷേക്സ്പിയറിൻ്റെ ചില പ്രയോഗങ്ങളാണ്. ഷേക്സ്പിയർ ഉപയോഗിച്ചതുകൊണ്ട് നമ്മുടെ ഭാഷയിലേക്ക് കടന്നു വന്ന ചില പ്രയോഗങ്ങളാണ്. നമ്മൾ ഈ ഒരു ചർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് എനിക്കൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ളത്, ഷേക്സ്പിയറുടെ കൃതികളിൽ നിന്നും ഉണ്ടായിട്ടുള്ള കുറേയധികം ചൊല്ലുകളാണ്. അത് ഞാൻ ഷേക്സ്പിയറിൻ്റെ എല്ലാ നാടകങ്ങളിലേക്കും ഒന്നും പോകുന്നില്ല. ഹാംലെറ്റ് മാത്രം നോക്കിയാൽ തന്നെ നമുക്ക് എത്ര അധികം ഭാഷയെ അദ്ദേഹം സമ്പന്നമാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഹാംലെറ്റിൽ നിന്ന് മാത്രമുള്ള ഏതാനും ചൊല്ലുകളായി തീർന്ന ഹാംലെറ്റിലെ വരികളാണ് എനിക്ക് ഒന്ന് പരിചയപ്പെടുത്താനുള്ളത്. അതിൽ ഹാംലെറ്റ് നാടകത്തിലെ ഏറ്റവും ഒരു രസകരമായ ഒരു സ്വഭാവമുള്ള മനുഷ്യനാണ് പൊളോണിയസ് എന്ന കഥാപാത്രം. വളരെയധികം വാചാലനാണ്, ധാരാളം സംസാരിക്കുന്ന മനുഷ്യനാണ്, വളച്ചു കെട്ടിയൊക്കെ സംസാരിക്കുന്ന ആളാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ മകൻ ലെയർട്ടീസിന് കൊടുക്കുന്നൊരു ഉപദേശം ബ്രെവിറ്റി ഈസ് ദ സോൾ ഓഫ് വിറ്റ് എന്നാണ്. ബ്രെവിറ്റി ഈസ് ദ സോൾ ഓഫ് വിറ്റ്. ബുദ്ധിയുടെ ഏറ്റവും നല്ല ലക്ഷണം
ഹ്രസ്വമായിട്ട് സംസാരിക്കാനുള്ള കഴിവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സ്വഭാവം അറിയുമ്പോൾ നമുക്ക് അതിനകത്തൊരു തമാശയുണ്ട്. എങ്കിലും അത് നമ്മളിന്ന് സ്ഥിരം ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ് ബ്രെവിറ്റി ഈസ് ദ സോൾ ഓഫ് വിറ്റ്. വിറ്റ് എന്നുള്ള വാക്കിന് അന്നത്തെ കാലത്ത് ബുദ്ധി, വൈഭവം എന്നൊക്കെയാണ് അർത്ഥം. ഇന്ന് നമ്മൾ തമാശ, വിറ്റി എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും അതാണ് ബ്രെവിറ്റി, ബ്രീഫായിരിക്കുന്ന അവസ്ഥ. ഇതേ പൊളോണിയസ് തന്നെ മകന് കൊടുക്കുന്ന വേറൊരു ഉപദേശം വളരെ പ്രശസ്തമാണ്. നെയ്തർ എ ബോറോവർ നോർ എ ലെൻഡർ ബി. ആർക്കും കടം കൊടുക്കുകയും ചെയ്യരുത്, ആരിൽ നിന്നും കടം കൊള്ളുകയും ചെയ്യരുത് എന്നുള്ള ഒരു ഉപദേശം. ഏതായാലും ഹാംലെറ്റിൻ്റെ അങ്കിൾ, അമ്മാവൻ, പുതിയ രാജാവിനോട് അദ്ദേഹത്തിന് വളരെയധികം ഒരു വിദ്വേഷവും ഒക്കെയുണ്ട്. പല കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിനെക്കുറിച്ച്, അമ്മാവനെക്കുറിച്ച് ഹാംലെറ്റ് പറയുന്ന ഒരു വരിയുണ്ട്. ദാറ്റ് വൺ മേ സ്മൈൽ ആൻഡ് ബി എ വില്ലൻ. സ്മൈലിംഗ് വില്ലൻ എന്നുള്ള ഒരു പ്രയോഗം അവിടെ നിന്നാണ് ഉണ്ടായത്. ചിരിച്ച് കൊണ്ട് കഴുത്തിറക്കുന്ന മനുഷ്യൻ എന്നൊക്കെ നമ്മൾ മലയാളത്തിലും പറയാറുണ്ട്. അതുപോലെ ഒരുപക്ഷെ ഒരു സ്ത്രീ വിരുദ്ധതയുടെയൊക്കെ ഒരു ചെറിയ ലക്ഷണമുള്ള ഒരു പ്രയോഗവും വളരെ പ്രശസ്തമാണ്. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ എന്നുള്ള ഒരു വരികൾ ഒരുപക്ഷെ ഇതിൽ നിന്നും ഇൻസ്പയർഡ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിൽ കവി ചോദിക്കുന്നുണ്ട്, ഷെല്ലിയോ ഷേക്സ്പിയറോ ഭാസനോ കാളിദാസനോ ആരാണത് പറഞ്ഞതെന്ന്. പക്ഷേ ഇവിടെ ഫ്രെയിൽറ്റി ദൈ നെയിം ഈസ് വുമൺ. ഹാംലെറ്റ് തന്നെയാണ് വീണ്ടും ഹാംലെറ്റിൻ്റെ അമ്മയെക്കുറിച്ച് വളരെ വേദനയോടെ പറയുന്ന ഒരു വരിയാണ്. അത് സ്ത്രീവിരുദ്ധത കൊണ്ട് പറയുന്നതല്ല, അവൻ്റെ മനസ്സിലെ വിഷമം കൊണ്ട് പറയുന്നതാണ്. അച്ഛൻ മരിച്ച് അധികം വൈകാതെ അച്ഛൻ്റെ സഹോദരൻ രാജാവാകുകയും ആ രാജാവിനെ അമ്മ വീണ്ടും കല്യാണം കഴിക്കുകയും ചെയ്തതിലുള്ള വേദനയിൽ ഹാംലെറ്റ് പറയുന്ന ഒരു വരിയാണ് ഫ്രെയിൽറ്റി ദൈ നെയിം ഈസ് വുമൺ. അച്ഛൻ്റെ അകാല വിയോഗം, അമ്മയുടെ ഒരുപക്ഷെ അത്ര ചിന്തയില്ലാതെ തന്നെ അച്ഛന് പകരം രാജാവായ അമ്മാവനെ കല്യാണം കഴിച്ച പ്രവൃത്തി, ഇത് രണ്ടും ഹാംലെറ്റിനെ വളരെയധികം അലട്ടുന്നു. അദ്ദേഹം ഒരു മാനസിക അസ്വാസ്ഥ്യത്തിൻ്റെ ലെവലിലോട്ട് നീങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തകളുണ്ട്, സൊളിലോക്വി എന്ന് പറയും. അദ്ദേഹം ഉറക്കെ ചിന്തിക്കുന്ന ഒരു ലോങ് ഒരു രംഗമുണ്ട്. അതിനകത്തുള്ള ഫസ്റ്റ് വരി ഇങ്ങനെയാണ്: ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. വളരെ പ്രശസ്തമായൊരു കൊട്ടേഷനാണിത്. പലർക്കും അതെന്താണെന്ന് അറിയാതെ തന്നെ കോട്ട് ചെയ്യാറുണ്ട്. ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ആശയക്കുഴപ്പം സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഇത് പറയാറുണ്ട്, ടു ബി ഓർ നോട്ട് ടു ബി. ഇവിടെ ഹാംലെറ്റ് ഉദ്ദേശിക്കുന്നത് ടു ബി ഓർ നോട്ട് ടു ബി. ജീവിച്ചിരിക്കണമോ മരിക്കണമോ, ആത്മഹത്യ അദ്ദേഹം പരിഗണിക്കുന്ന ഒരു രംഗമാണത്. എന്നിട്ട് അദ്ദേഹം ഹാംലെറ്റിൻ്റെ ഒരു സ്വഭാവമായിട്ട് ഷേക്സ്പിയറിൻ്റെ കൃതിയിൽ സൂചിപ്പിക്കപ്പെടുന്നത് തിങ്കിങ് ടു മച്ച് ഓൺ ദി ഈവൻറ്റ് എന്നുള്ളതാണ്. കൂടുതൽ വരും വരായികളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്ന ഒരു പണ്ഡിതനാണ്, ഒരു സ്കോളറാണ് ഹാംലെറ്റ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ജീവിക്കണമോ മരിക്കണമോ, ജീവിച്ചാൽ എന്ത് സംഭവിക്കും, മരിച്ച അതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങളല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സൊളിലോക്വിയുടെ തുടക്കമാണ് ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഈ മാനസിക വിഭ്രാന്തി യഥാർത്ഥത്തിലുള്ളതാണോ, ഹാംലെറ്റ് അഭിനയിക്കുന്നതാണോ എന്നുള്ളത് ഹാംലെറ്റിലെ ഒരു വലിയ ചർച്ചാ വിഷയമാണ്. വാസ്തവത്തിൽ ധാരാളം മാനസിക സംഘർഷം ഹാംലെറ്റിനുണ്ട്. എങ്കിലും അദ്ദേഹം അത് ഭാഗികമായി അഭിനയിക്കുകയും കൂടെയാണ് ചില പ്രത്യേക ഉദ്ദേശങ്ങളോടുകൂടി. ഇത് മനസ്സിലാക്കിയ പൊളോണിയസ് രാജാവിനോട് പറയുന്ന വേറൊരു വരിയുണ്ട്: ദോ ദിസ് ബി മാഡ്നസ്, ദർ ഇസ് മെത്തഡ് ഇൻ ഇറ്റ്. ദോ ദിസ് ബി മാഡ്നസ്, യെറ്റ് ദർ ഇസ് മെത്തഡ് ഇൻ ഇറ്റ്. ഇതിൽ നിന്നാണ് ഇംഗ്ലീഷിൽ മെത്തഡ് ഇൻ മാഡ്നസ് എന്നുള്ള പ്രയോഗം വന്നിട്ടുള്ളത്. മെത്തഡ് ഇൻ മാഡ്നസ് എന്ന് പറയുന്നത് പുറമേ ഒരു ചിട്ടയില്ലായ്മ തോന്നുന്നുണ്ടെങ്കിലും അതിനകത്തൊരു ഘടനയുണ്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെയും ഇന്ന് ധാരാളം ഉപയോഗിക്കാറുണ്ട്. ആ കോൺടെക്സ്റ്റിൽ നിന്ന് ഒരുപാട് മാറി ആ പ്രയോഗം മെത്തഡ് ഇൻ മാഡ്നസ് എന്നുള്ള പ്രയോഗം ഇംഗ്ലീഷിൽ കോമൺ ആണ്. ഭ്രാന്ത് അഭിനയിക്കുകയാണ് എന്ന് പൊളോണിയസ് രാജാവിനോട് സൂചിപ്പിക്കുന്നതാണ് ആ രംഗം. ഇതിനെല്ലാം ശേഷം ഹാംലെറ്റ് ധാരാളം ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അദ്ദേഹം ഒടുവിൽ ഒരു ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രംഗത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട്: ദർ ഇസ് എ സ്പെഷ്യൽ പ്രോവിഡൻസ് ഇൻ ദ ഫോൾ ഓഫ് എ സ്പാരോ. ദർ ഇസ് എ സ്പെഷ്യൽ പ്രോവിഡൻസ് ഇൻ ദ ഫോൾ ഓഫ് എ സ്പാരോ. സലിം അലി എന്ന് പറയുന്ന പക്ഷി നിരീക്ഷകൻ്റെ പുസ്തകത്തിന് ഫോൾ ഓഫ് എ സ്പാരോ എന്ന് അദ്ദേഹം പേരിട്ടിട്ടുണ്ട്. ഷേക്സ്പിയറുടെ കൃതികളിൽ അദ്ദേഹം പലയിടത്തും ഉപയോഗിച്ചിട്ടുള്ള പല പ്രയോഗങ്ങളും നൂറുകണക്കിന് പുസ്തകങ്ങളുടെയും സിനിമകളുടെയും ഒക്കെ പേരായിട്ടുണ്ട്. അതിൽ നമുക്ക് ഓർക്കാവുന്ന ഒരെണ്ണമാണ് ഫോൾ ഓഫ് എ സ്പാരോ. എല്ലാ കാര്യങ്ങളിലും എന്തോ ഒരു നിശ്ചയം ഉണ്ട്,
ഒരുപക്ഷെ ദൈവനിശ്ചയം ഉണ്ട് എന്നുള്ളൊരു സൂചനയാണ് ആ വരിയിലുള്ളത്. ദർ ഇസ് എ സ്പെഷ്യൽ പ്രോവിഡൻസ് ഇൻ ദ ഫോൾ ഓഫ് എ സ്പാരോ. ഒടുവിൽ ഹാംലെറ്റ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഓൺ ദ സ്പേർ ചില നടപടികളെടുക്കുകയും മാരകമായി പരിക്കേൽക്കുകയും ഹൊറേഷ്യോ എന്ന സുഹൃത്തിൻ്റെ മടിയിൽ കിടന്ന് മരിക്കുകയും ചെയ്യുന്ന ഹാംലെറ്റിൻ്റെ അവസാനത്തെ വരിയാണ് ദ റെസ്റ്റ് ഈസ് സൈലൻസ്. ഇതും വളരെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വരിയാണ്. ഒരു തരം രോമാഞ്ചത്തോടു കൂടി അല്ലാതെ നമുക്ക് പലപ്പോഴും പറയാൻ പോലും പറ്റില്ല. ദ റെസ്റ്റ് ഈസ് സൈലൻസ്. ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളിലും കവിതകളിലുമായിട്ട് ആയിരക്കണക്കിന് കൗതുകകരമായ വളരെയധികം ഹൃദയസ്പർശിയായ വരികളും പ്രയോഗങ്ങളും ധാരാളമായിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. പ്രേക്ഷകർ നിലയിൽ നിങ്ങൾക്കും ധാരാളം ഉദാഹരണങ്ങൾ ഇതുപോലെ അറിയാമായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ള കൗതുകകരമായിട്ടുള്ള മറ്റ് പ്രയോഗങ്ങളും വാക്കുകളും വരികളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിൽ ഷെയർ ചെയ്യുക. അതൊരു കമ്പൈൻഡായിട്ടുള്ളൊരു പഠനത്തിൻ്റെ ഭാഗമായി തീരട്ടെ. നമുക്ക് വായനാശീലം ഉണ്ടാകാനും ഒക്കെ അത് സഹായിക്കട്ടെ. ധാരാളമായിട്ട് വായനയും സാഹിത്യത്തിൻ്റെ ലോകവുമായിട്ടുള്ള ഇടപെടലും നമുക്ക് ഒരുപാട് എനർജിയും ഒരുപാട് സന്തോഷവും തരുന്ന ഒരു കാര്യമാണ്. അതിന് എൻ്റെ ഈ ചെറിയ ടോക്ക് പ്രയോജനമായി തീരും എന്നും ഞാൻ ആശിക്കുന്നു.